റൂഹാണല്ലോ നമ്മള്. അത് വലിയ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ റൂഹ് അതിന്റെ മുമ്പ് എവിടെയായിരുന്നു? അത് ആലമുൽ അർവാഹിലാണ് റൂഹുള്ളത്. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചെന്ന് വിശദീകരിക്കാൻ സമയമല്ല. ആലമുൽ അർവാഹിൽ റൂഹുണ്ട്. ആ റൂഹ് പുതിയൊരു കൂട് തേടി വന്നു. ആ കൂട് ഗർഭപാത്രത്തിൽ അവിടെ നിർമ്മിതി ഏകദേശം പൂർത്തിയാകുമ്പോഴേക്ക് അതാ റൂഹ് നിക്ഷേപിക്കപ്പെടുന്നു. ഇനി ആ റൂഹ് ഈ ബോഡിയിൽ നിന്ന് പോകും. അപ്പോൾ അത് ഡെഡ് ബോഡിയാകും. റൂഹ് പോകുന്നതോടുകൂടി ഈ ബോഡിയുടെ സോൾ, ആത്മാവ് എന്നുള്ള അവസ്ഥ ഇല്ലാതെയാകുമ്പോൾ നമ്മൾ മൃതശരീരമായി മാറും. പിന്നീട് ഈ ശരീരം വേണ്ട, ഈ ശരീരത്തിനെ മറ്റൊരു രൂപത്തിലാക്കിക്കൊണ്ട് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. എന്നാൽ ഗർഭഭാഷയത്തിൽ ഇന്ന് നമ്മൾ നെട്ടോട്ടം ഓടുകയാണ് അല്ലെ. ഇന്ന് നമ്മൾ തിന്നാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, 4 കാശുണ്ടാക്കാൻ വേണ്ടി പടച്ചവനെ മറന്നിട്ട് ഓടുകയാണ്. സമയമില്ല നമുക്ക്, നമ്മൾ ബിസിയാണ്. എന്താ നമ്മൾ പറയണത്? എന്റെ കുട്ടികൾ പട്ടിണി എടുക്കും, ഓരോ വിദ്യാഭ്യാസം, ജോലി നടക്കണം, നിസ്കരിക്കാൻ നേരമില്ല, നോമ്പോക്കാൻ നേരമില്ല, അള്ളാനെ ഓർക്കാൻ സമയമല്ല, അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമല്ല. കാരണം ബിസിയാണ്. നമ്മൾ വിചാരിക്കണം എന്താണെന്നറിയോ? നമുക്ക് ഭക്ഷണം, അന്നം കിട്ടണമെങ്കിൽ, നമുക്ക് ജീവിത ആയോധന വഴികൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചേ തീരൂ എന്നുള്ള. എന്നാൽ നിന്റെ 265 ദിവസം ആരധ്വാനിച്ചിട്ടാണ് നിനക്ക് ഭക്ഷണം നൽകിയത്? എവിടെന്നാ നിനക്ക് ഭക്ഷണം കിട്ടിയത്? ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് നിനക്ക് ഓക്സിജൻ വേണം, അത് തന്നു. നിനക്ക് ആഹാരം വേണം, നിനക്ക് പോഷണങ്ങൾ വേണം, നിനക്ക് വളരണം. ആര് തന്നു സഹോദര? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി. എങ്ങനെ നൽകി? അത്ഭുതകരമായ സംവിധാനങ്ങൾ അവിടെയും ഉണ്ടാക്കി. 2 ധമനികളിലൂടെ, ഒരു സിരയിലൂടെ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമായ പോഷണങ്ങൾ ബ്ലഡിലൂടെ, രക്തത്തിലൂടെ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ ശരീരത്തിലെ വിസർജ്യങ്ങൾ അടങ്ങുന്ന ബ്ലഡ്, രക്തം 2 ധമനികളിലൂടെ പുറത്തേക്ക് കടത്തിവിട്ടു. അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്ലസന്റ അഥവാ മറുപിള്ള എന്ന് പറയുന്ന സാധനം. ഇതിന്റെ ധർമ്മം പ്രസവത്തോടു കൂടി അവസാനിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? നിന്റെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ, വൈറസുകൾ കടന്നു വരാതെ, ഉമ്മയുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും കടന്നു വരാതെ ഒരരിപ്പ പോലെ നിന്നെ സംരക്ഷിച്ചു നിർത്തിയത് ആ മറുപിള്ളയാണ്. മാത്രമോ, നിന്റെ പൊക്കിൽ കൊടി നീ കണ്ടിട്ടുണ്ടോ? അവിടെ അടയാളം അവശേഷിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിന്? ചിന്തിക്കൂ സഹോദര. നിനക്കതിലൂടെയാണ് ഭക്ഷണം നൽകിയത്, നിനക്കതിലൂടെയാണ് ഓക്സിജൻ നൽകിയത്. ആ ഓക്സിജൻ ഒന്നൊരു നിമിഷം നിലച്ചു പോയിരുന്നുവെങ്കിൽ, ആ ഭക്ഷണം നിലച്ചു പോയിരുന്നുവെങ്കിൽ, ആ വെള്ളം നിലച്ചു പോയിരുന്നുവെങ്കിൽ, നീ ഒരു ജന്മമായി ഭൂമിയിലേക്ക് വീഴുമായിരുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊക്കിൽ കൊടിയെ അവിടെ അവശേഷിപ്പിച്ചു തരികയാണ്. നമുക്ക് പ്രിയമുള്ളവരെ, ഓർക്കണം, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ച്, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും. പിന്നീട് നിനക്ക് പൊക്കിൽ കൊടി ആവശ്യമില്ല, മുറിച്ചു മാറ്റി. കാരണം എന്താ? ഇനി സ്വന്തം തേടിണ്ടാക്കണം. ഭക്ഷണം വേണോ? കരയണം. കരഞ്ഞിട്ടോ ഉമ്മ പാല് തരണം. ഉമ്മാന്റെ മാരടത്തിൽ നിന്ന് അമ്മിഞ്ഞ പാല് നുകരണം. നിനക്ക് സംസാരിക്കാനും ചോദിക്കാനും കഴിയില്ലേ? കരഞ്ഞോ? കരഞ്ഞാൽ പാല് കിട്ടും. കരയുമ്പോൾ നിന്റെ തൊണ്ട വറ്റിപ്പോകുമോ? ചെറിയ കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവർ കണ്ണടച്ചു പിടിക്കും. എന്തിനാ? കരയുന്ന കണ്ണുനീര് അത് പുറത്തേക്ക് പോകാതെ അവിടുത്തെ കണ്ണിന്റെ ദ്വാരങ്ങളിലൂടെ അകത്തേക്ക് തൊണ്ടയിലേക്ക് വന്നിട്ട് വീണ്ടും എനർജി കിട്ടി കരയാൻ വേണ്ടി. ഇനി കരച്ചിലാണ്. പിന്നീട് സംസാരിക്കാനായി കഴിഞ്ഞാലോ മനുഷ്യൻ കരച്ചിൽ കുറക്കും. പിന്നെ വർത്താനമാണ്, ചോദിച്ചു വാങ്ങിക്കലാണ്, അധ്വാനമാണ്. സമയം പ്രിയമുള്ളവരെ ദീർഘിച്ചതുകൊണ്ട് ചുരുക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. പരിശുദ്ധ ഖുർആൻ അതിനെ ചിത്രീകരിച്ചു തന്നു നമുക്ക്. ഗർഭാശയ ജീവിതം മറക്കല്ലേ സഹോദര. ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞു തന്നു എന്നറിയുമോ? പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ 15-ാമത്തെ സൂറത്തിൽ പറയുന്നുണ്ട്, സുമ്മ ഇന്നക്കും ലമയ്യിതൂൻ, ഇനി നിങ്ങൾ മരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞില്ല, അവസാനിക്കുന്നില്ല മരണത്തോടുകൂടി. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, പിന്നീട് നിങ്ങൾ